നല്ല റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയത് സൂപ്പർ അരിയിട്ടാണല്ലോ. നല്ല അരി അടിപൊളി. എപ്പോഴും കിട്ടില്ല, എല്ലാ മാസം കിട്ടില്ല കേട്ടോ. ഇതേപോലെ ചോറ് വയ്ക്കട്ടെ. വേറൊന്നുമില്ല, ഒരു പൊടിയില്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു കഷ്ണം ചേന നില കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ചേന തീയിൽ വെക്കട്ടാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. വേഗമാവോ ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ. വേഗം പറഞ്ഞത് ചോദിച്ചപ്പോൾ കവറുണ്ട് കയ്യിൽ കത്തി വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ വെളിയിലാക്കണ്ട കൈൻ്റെ ഇത്തിരി 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 പകുതി മുക്കാലും തോന്നി ചേച്ചി കൂട്ടാൻ വയ്ക്കണ്ടല്ലോ. എനിക്ക് ചേന തൊട്ട പെട്ടെന്ന് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് അമ്മ ചേന കൈകാര്യം ചെയ്യാറില്ല. ഞാൻ എങ്ങനെ കഴുകറിയോ? ഓട്ടക്കോട്ടയിലിട്ടിട്ട് ഒഴിക്കും, കൈ തോടില്ല. എന്നിട്ടും കൈ ചൊറിയെന്ന് പറയും. കേറും തോന്നുന്നുണ്ട്, ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്താ നരക്കില് മണ്ണ്. അങ്ങനെ ചേന നോക്കിയെടുക്കട്ടെ. നമുക്ക് തീയെല്ലാം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് മുഴുവൻ മല്ലി, എരിവിന് 4 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ചെറിയൊരു മുറി തേങ്ങ, തേങ്ങ നന്നായി വറുത്തെടുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് 4 ചെറിയ ഉള്ളി കേട്ടോ. എല്ലാം കൂടി നന്നായി വറുത്തെടുക്കുക. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നു. ഇത് ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് കറി വയ്ക്കാം. ഇതിലൊരു 1/2 കിലോ ചേനയുണ്ട് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു വിസിൽ വരട്ടെ. ചേന കുറച്ച് വേവുള്ളതല്ലേ. തേങ്ങ അരച്ചിട്ട് വരാം. നമുക്ക് ചേന എന്താ നോക്കാം. ചേന അടിപൊളിയായി വെന്തു കേട്ടോ. ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റട്ടെ. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ മതി. ഒന്ന് തിളക്കട്ടെ. പുളി വെച്ചിട്ട് തിളച്ചു കിട്ടാം നന്നായിട്ട്. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടെ. എന്താ കളറ്? കുറച്ചും കൂടി ചാറുകയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ അരപ്പ് ഒഴിച്ചിട്ട്. ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യും. ഒരു ചെറിയ കഷ്ണം ശർക്കര കേട്ടോ, ചെറുത് മതി. ഒരു 2 കറിവേപ്പില. ഒന്ന് തിളക്കട്ടെ. അരപ്പ് ഒഴിച്ചിട്ട് തിളച്ചു കിട്ടാം നന്നായിട്ട്. നമ്മുടെ തീയൽ റെഡിയായി. ഇനി താളിച്ച് വയ്ക്കട്ടെ. എൻ്റെ ഫേവറേറ്റ് തീയല.
ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സിമ്പിൾ ടേസ്റ്റി ഹമ്പിൾ കറിയാ. അടിപൊളി കറിയാ. നന്നായി വേഗുണ്ട് കേട്ടോ ചേനപ്പം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കറിവേപ്പില. മതിയില്ലേ? എന്താ സൂപ്പർ തീരാണ് കേട്ടോ. അതുപോലെ വെക്കാത്തവരെന്ന് വെച്ച് നോക്കുക. ഒന്നുകൂടി കുറുകൂട്ടത് തേയില അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണിച്ചാൽ അപ്പോൾ നല്ല കുറുക്കി നന്നായി കുറുകുന്നു. സ്കൂളിൽ പോകാറേ എന്തൊരു കള്ളവെയിലുണ്ട് ഇപ്പോൾ ഈ നേരത്തെ. വേഗം പോയാൽ മഴ നനയാൻ സ്കൂൾ. അതെ, മഴ പെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് തോണി വിടാം. ഞാൻ തോണി വിട്ടിട്ടുണ്ടല്ലോ. വെള്ളം കുറേ ദിവസം നേരം നിൽക്കും. ഇനി ഒറ്റയ്ക്ക് തലകാട്ടണേ ഇനി. ഞാനും 1 വർഷം കൂടി 2 മാസം നോക്കിയാൽ പോരാ. പിന്നെ പിന്നെ അപ്പോൾ 2 മാസം കിട്ടുന്നല്ലോ. ഇല്ല അവിടെ അത് ദിവസം കാണണം അവിടെ. ആ സ്കൂളിലല്ലോ അല്ല വേറെ സ്കൂളിലൊക്കെ ഉണ്ട്. നമ്മളതിന് ഇവിടെ അല്ലല്ലോ. അടിപൊളി കോളേജ് വിക്ടോറിയ മേഴ്സി അല്ലേ? ഞാൻ എൻ്റെ നാട്ടിലാണ് വരുന്നത്. നല്ലതായിട്ട് കഴിഞ്ഞിട്ട് മുട്ട പൊരിച്ചിട്ടെ എന്നിട്ട് ചോറ് കൊണ്ട് ഇത് മാത്രമല്ല അച്ഛനും ഓമലേറ്റും ചേനത്തീലും സൂപ്പർ കോമ്പിനേഷൻ. ഇരുട്ടടിച്ചു മഴ. ഇനി പോണ നേരത്ത് മനുഷ്യനെ എനിക്ക് ചോറാക്കട്ടെ ഏട്ടാ. ഓമലേറ്റ് അടുപ്പില്ല. ഓംലേറ്റ് അടുപ്പിലാണ്. ആ പൊട്ടി പൊട്ടി അസലായിട്ട് പൊട്ടി. പൊട്ടിയിട്ടല്ലേ കഴിക്കുന്നത്. അത് ശരിയാ. പക്ഷെ മുക്കാലേ പൊട്ടിയിട്ടുള്ളൂ, പകുതി പൊട്ടിയിട്ടില്ല. നല്ല പൊന്തി വന്നല്ലോ ദോശ. അല്ല പക്ഷെ ദോശയും മുട്ട നന്നായി അടിച്ചു. ഉണ്ണിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചേനത്തീല്. കഷ്ണം കൂടുതലും ചാറ് കുറച്ച് കുറുകി നന്നായി. കഷ്ണം വേണമെന്ന് മതി മതി. എനിക്ക് കഷ്ണം പറിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ചേന അടിപൊളി. മുട്ട വന്നൂട്ടാണ്. ചട്ടിയിൽ നിന്നും പ്ലേറ്റിലേക്ക് ആറിയിട്ട് അടയ്ക്കുള്ളൂ. ഇപ്പോൾ വെറുതെ ആക്കുന്നുള്ളൂ. ഇത്രയും മതി. മതി. ഉണ്ണിനെ സ്കൂളിലേക്ക് അയച്ചു വിട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.